സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ശാന്തമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 32 മുതലുള്ള തിരുവചനം. ബദരിനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവരുമായ ഒരുവനെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവന്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവന്റെ ചെവികളിൽ വിരലിട്ടു. തുപ്പല് കൊണ്ട് അവന്റെ നാവിൽ സ്പർശിച്ചു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവേർപ്പെട്ടുകൊണ്ട് അവരോട് പറഞ്ഞു, എഫാത്താ, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഉടനെ അവന്റെ ചെവികൾ തുറന്നു, അവന്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമ്മൾ കേട്ട സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം. ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന്, അവന് സംസാര തടസ്സമാണ്. രണ്ട്, അവന് കേൾവി ശക്തിയില്ല. ഈ രണ്ടു കാര്യങ്ങളാൽ പിടിക്കപ്പെട്ട വ്യക്തിയെയാണ് ഈശോയുടെ അടുത്തേക്ക് ഇവർ കൊണ്ടുവന്നത്. ഇവിടെ ഈശോ ചെയ്ത ഒരു പ്രവൃത്തി നമ്മൾ കാണുന്നു. ഈശോ ഇവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി, തനിയെ കൊണ്ടുപോയി, ഒറ്റയ്ക്ക് മാറ്റി നിർത്തി സ്നേഹിക്കുന്ന ഒരു കർത്താവ്. ഇവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈശോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതാ, നമ്മളെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തി സ്വന്തമായി അവൻ സ്നേഹിച്ച് കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ്. ഒറ്റ കാര്യമുണ്ട്, നമ്മളെ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കണം. ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്താൽ അവൻ നമ്മളെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തി സ്നേഹിക്കാനും കരുതാനും സംരക്ഷിക്കുവാനും കൊണ്ടു നടക്കാനും ആഗ്രഹിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും വചനക്കാർ ഒറ്റയ്ക്ക് മാറ്റി നിർത്തുക മാത്രമല്ല, അവനെ തൊട്ട് അനുഗ്രഹിക്കുന്ന കർത്താവ്. അവന്റെ കാതുകളിൽ തൊട്ട്, അവന്റെ നാവിൽ തൊട്ട് അവനെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിനെയാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുക. ഒറ്റയ്ക്ക് മാറ്റി നിർത്തി അവനെ കെട്ടിപ്പിടിച്ച്, അവനെ തൊട്ട്, അവന്റെ കെട്ടടിച്ച്, അവന് സൗഖ്യം നൽകി, അവനെ സ്വന്തമാക്കി ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു കർത്താവിനെ സുവിശേഷത്തിൽ നമ്മൾ കാണുമ്പോ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം, എന്റെ കർത്താവ് എന്നെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തി, എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച്, എന്നെ ഒന്ന് സ്വന്തമാക്കി, എന്നെ ഒന്ന് സ്പർശിച്ച്, എന്നെ അവന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. കരമുയർത്തി ഇങ്ങനെ പറഞ്ഞേ, കർത്താവായ ഈശോയെ, ഈ ദിവസം അങ്ങ് എന്നെ ഒന്ന് ചേർത്ത് പിടിച്ച്, കെട്ടിപ്പിടിച്ച്, സ്വന്തമാക്കി, സൗഖ്യം തന്ന് അനുഗ്രഹിച്ച്, അങ്ങയുടെ തിരുഹൃദയത്തോട് എന്നെ ചേർത്തു നിർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോക്കുക, സംസാര തടസ്സമുള്ളവനെ, കേൾവിയില്ലാത്തവനെ ചേർത്ത് പിടിച്ച്, കെട്ടിപ്പിടിച്ച്, അവനെ തൊട്ട് അനുഗ്രഹിച്ചിട്ട് യേശു പറഞ്ഞ ഒരു വാക്കുണ്ട്. ഏത് വാക്കാ? യേശു ഒരു വാക്ക് പറഞ്ഞു, നമ്മളിപ്പോ വായിച്ചു നിർത്തി. ഏത് വാക്ക് പറഞ്ഞേ? ഒരൊറ്റ വാക്ക്, നമുക്ക് സുപരിചിതമല്ലാത്ത ഒരു വാക്ക്, എഫാത്ത, തുറക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ അവന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ കിടപ്പുണ്ട് അവന്റെ പ്രശ്നം. അവനൊരൊറ്റ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, തുറക്കാൻ പറ്റാത്ത വിധത്തില് അവൻ കെട്ടപ്പെട്ടിരുന്നു. തുറക്കാൻ പറ്റാത്ത വിധത്തില് അവൻ അടയ്ക്കപ്പെട്ടിരുന്നു. തുറക്കാൻ പറ്റാത്ത വിധത്തില് അവന്റെ ജീവിതത്തെ അവൻ മൂടിയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈശോ പറഞ്ഞു, തുറക്കപ്പെടട്ടെ എഫാത്ത, വാതിലുകൾ തുറക്കപ്പെടട്ടെ എഫാത്ത, അവന്റെ നാവ് തുറക്കപ്പെടട്ടെ എഫാത്ത, അവന്റെ ചെവികൾ തുറക്കപ്പെടട്ടെ എഫാത്ത, അവന്റെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ഈശോ പറഞ്ഞത് തുറക്കപ്പെടാൻ മാത്രമാ. ഈശോയുടെ ഒറ്റ വാക്കിൽ അവന്റെ നാവ് തുറന്നു, ചെവി തുറന്നു, അവന്റെ ഹൃദയം തുറന്നു. അവൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിച്ചു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ആദ്യ വെള്ളിയാഴ്ച ഈ ദേവാലയത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു നമ്മെ നോക്കി പറയുന്ന ഒരൊറ്റ വാക്കിതായിരിക്കും, എഫാത്താ, തുറക്കപ്പെടട്ടെ. ചേച്ചി, എങ്ങോട്ട് നോക്കിയിട്ടായിരിക്കും തമ്പുര നമ്മുടെ നേരെ ഒരു എഫാത്ത പറയുന്നത്? എങ്ങോട്ട് നോക്കിയിട്ടായിരിക്കും പറയുന്നത്? അവന്റെ ചെവിയിലേക്ക് നോക്കി പറഞ്ഞു, അവന്റെ നാവിലേക്ക് നോക്കി പറഞ്ഞു, അവന്റെ ഹൃദയത്തിലേക്ക് നോക്കി പറഞ്ഞു. നമ്മുടെ എങ്ങോട്ട് നോക്കിയിട്ടായിരിക്കും അവൻ എഫാത്ത എന്ന് പറയുന്നത്?
കണ്ണ് കാണാൻ മേലാത്ത കണ്ണാടി വെച്ച എന്നെ നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കി കണ്ണിലേക്ക് നോക്കി എഫാത്ത പറയുന്നു വിചാരിച്ചേക്കരുത്. പിന്നെ അങ്ങോട്ട് നോക്കി എനിക്ക് പറയുക, അതെന്നെ ഹൃദയത്തിലേക്ക് നോക്കി പറയാൻ ഒരു പ്രശ്നം. നമുക്ക് നല്ല ബോധ്യം നമ്മൾ അടച്ചു വെച്ചിരിക്കുന്നത് എവിടെയാന്ന്, അല്ലെ? നല്ല ബോധ്യമുള്ള അമ്മച്ചിമാര് പറഞ്ഞു നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ടാണ് ഈശോ എഫാത്ത പറയത്തുള്ളൂ. കാരണം ഞാൻ അടച്ചിരിക്കുന്നത് എന്റെ ഹൃദയവാതിലാണ്, ഞാൻ കൊട്ടി മൂടി വെച്ചിരിക്കുന്നത് എന്റെ ഹൃദയവാതിലാണ്, എന്റെ ഹൃദയത്തിലാണ് പലർക്കും പ്രവേശനമില്ലാത്തത്, എന്റെ ഹൃദയത്തിലാണ് ആരും കയറണ്ട എന്ന് വിചാരിച്ച് ഞാൻ മൂടിക്കെട്ടി വെച്ചിരിക്കുന്നത്. എന്റെ ഹൃദയത്തിനകത്ത് ഞാൻ കുറെ സാധനത്തെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. അവൻ അഴിഞ്ഞു പോകാൻ പാടില്ല. അഴിഞ്ഞു പോയാലോ എന്റെ വാശി പോവും, എന്റെ വൈരാഗ്യം പോവും, എന്റെ വെറുപ്പ് പോവും. അവനെല്ലാം കൂടെ അഴിഞ്ഞു പുറത്തേക്ക് ചാടിപ്പോയി നമ്മുടെ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹത്തിലായി പോകും. അതുകൊണ്ട് ഞാൻ അഴിഞ്ഞു പോകാതെ മൂടിക്കെട്ടി വെച്ചിരിക്കുന്ന എന്റെ വാശി, എന്റെ വൈരാഗ്യം, എന്റെ വെറുപ്പ്, എന്റെ വിദ്വേഷം, എന്റെ പക, എന്റെ ഞാനെന്ന ഭാവം, എന്റെ അഹങ്കാരം, ഇതെല്ലാം ഹൃദയത്തിനകത്ത് ഇങ്ങനെ കിടക്കുക. അതുകൊണ്ട് ഈശോ പറയും, മോനെ നീ തുറക്കപ്പെടണം, നിന്റെ ഹൃദയമാണ് തുറക്കപ്പെടേണ്ടത്. മോനെ നീ തുറക്കപ്പെടേണ്ടത് നിന്റെ ഹൃദയമാണ്. നിന്റെ ഹൃദയം തുറന്നാൽ അതിനകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടാകും. നിന്റെ ഹൃദയം തുറന്ന അതിനകത്ത് ദൈവ ചൈതന്യം ഉണ്ടാകും. നിന്റെ ഹൃദയം തുറന്ന അതിനകത്ത് കർത്താവ് വന്ന് വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കർത്താവ് വന്ന് വസിക്കുമ്പോൾ ഇതാ നിന്റെ ഹൃദയത്തിനകത്ത് ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകും. നമ്മൾ നോക്കുക, വെളിപാടിന്റെ പുസ്തകത്തിന്റെ 3-ാം അധ്യായം 8-ാം പ്രവൃത്തികൾ 8-ാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ്, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നമുക്ക് മുമ്പിൽ എന്ത് വാതിൽ സ്ഥാപിച്ചെന്ന് പറഞ്ഞേ? ആർക്കും പൂട്ടാൻ കഴിയാത്ത, ആർക്കും അടയ്ക്കാൻ കഴിയാത്ത, തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാനിതാ നിനക്ക് മുമ്പിൽ വച്ചിരിക്കുന്നു. തുറന്നിട്ട വാതിൽ അവൻ വച്ചിട്ടുണ്ട്. ഇതാണ് ഈശോ എനിക്ക് തന്ന ഹൃദയത്തിന്റെയും ഈശോ എനിക്ക് തന്ന ജീവിതത്തിന്റെയും ഏറ്റവും വലിയ പ്രത്യേകത. ഒരു തുറന്നിട്ട വാതിലിന്റെ ഉടമയായി എന്റെ ഹൃദയത്തെ അവൻ എനിക്ക് തന്നതാ. ഒരു തുറന്നിട്ട വാതിലിന്റെ ഉടമസ്ഥരായി തന്നെയാണ് നമ്മുടെ ജീവിതത്തെ ഈ ലോകത്തിലേക്ക് വിട്ടത്. എന്നിട്ട് ഞാനോ എന്റെ ആർക്കും പൂട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞ വാതിലിന് ഞാൻ അങ്ങോട്ട് പൂട്ടി. എനിക്ക് പൂട്ടാനോ? മറ്റാർക്കും അല്ല പറ്റില്ലെന്ന് പറഞ്ഞ് ആ വാക്കെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. മറ്റാർക്കും പൂട്ടാൻ പറ്റാത്ത, അപ്പൊ ആർക്ക് പറ്റും? മറ്റാർക്കും പൂട്ടാൻ പറ്റാത്തൊരു വാതില്, മറ്റാർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതില്, മറ്റാർക്കും പറ്റാത്തത് ആർക്ക് പറ്റും? അതെടുത്ത് അങ്ങോട്ട് ഈശോയ്ക്ക് കൊടുത്തു. ഇരിക്കട്ടെ, എന്റെ എല്ലാ സാധനവും അങ്ങോട്ട്. മറ്റാർക്കും പറ്റത്തില്ല, പക്ഷെ നിനക്ക് പറ്റും. അതാ പ്രശ്നം, നിനക്ക് പറ്റും. നിനക്ക് നിന്റെ സഹോദരന് നേരെയുള്ള വാതിലടയ്ക്കാം, നിനക്ക് നിന്റെ സഹോദരിക്ക് നേരെയുള്ള വാതിലടയ്ക്കാം, നിനക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളുടെ നേരെയുള്ള വാതിലടയ്ക്കാം, നിനക്ക് ഇഷ്ടമില്ലാത്ത സംഭവങ്ങളുടെ നേരെയുള്ള വാതിലടയ്ക്കാം, ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങൾക്ക് നേരെയുള്ള വാതിലടയ്ക്കാം, ഇഷ്ടമില്ലാത്ത പ്രാർത്ഥനയ്ക്ക് നേരെയുള്ള കരമടയ്ക്കാം. അപ്പൊ നമുക്ക് അടയ്ക്കാം, മറ്റാർക്കും അടയ്ക്കാൻ പറ്റില്ല. പക്ഷേ ഇതാ നിനക്ക് അത് അടയ്ക്കാം. അതാണ് ഈശോ പറഞ്ഞത്, നിനക്കടയ്ക്കാം, പക്ഷെ മറ്റാർക്കും അടയ്ക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് ഈ ആദ്യ വെള്ളിയാഴ്ച ഈശോ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം, നീ അടച്ചു പൂട്ടി വച്ചിരിക്കുന്ന നിന്റെ ഹൃദയ കവാടങ്ങൾ നീ തുറക്കുക. നീ മൂടിക്കെട്ടിയിട്ടിരിക്കുന്ന നിന്റെ ഹൃദയ കവാടങ്ങളെ നീ തുറക്കുക. എന്നിട്ട് ഹൃദയത്തിനകത്ത് നീ അടച്ചു വെച്ചിരിക്കുന്ന ഈ പൗശന്യവാദി അങ്ങോട്ട് പോട്ടെ. പറഞ്ഞു വിടുവോ? ഹൃദയത്തിനകത്ത് അടച്ചു വെച്ചിരിക്കുന്ന ഒരു കുശിപ്പിന്റെ സാധനമില്ലേ ചേച്ചി, അതിനൊക്കെ പറഞ്ഞു വിടുവോ? വിടില്ല. അതിനെ വിട്ട് ഞാൻ എന്ത് ചെയ്യും? പിന്നെ ഞാൻ എങ്ങനെ 10 കുശുമ്പ് മറ്റുള്ളവരോട് പറയും? 10 ഏഷണി എങ്ങനെ പറയും? പിന്നെ അടുത്ത ആളോട് സംസാരിക്കാൻ നമുക്ക് വിഷയമില്ല. നമ്മുടെ പ്രശ്നം എന്നാ? അടുത്ത ആളോട് സംസാരിക്കാൻ വിഷയമില്ല. ഇപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ സൂക്ഷിക്കുന്ന മ്ലേച്ഛതയുടെ മനുഷ്യരുണ്ടാകാം, ഒരു കള്ളനുണ്ടാകാം, കള്ളി ഉണ്ടാകാം, ഒരു ഭവിഷ്യവാദി ഉണ്ടാകാം, ഒരു ഏഷണിക്കാരി ഉണ്ടാകാം, ഒരു വിധി പ്രസ്താവന നടത്തുന്ന ഒരു ദുഷ്ടനും ദുഷ്ടയും ഒക്കെ ഉണ്ടാകാം. അപ്പൊ ഇതിനെയാണ് ഹൃദയത്തിൽ നിന്ന് നീ പുറത്തേക്ക് വിടുകയും നിന്റെ വാതിലിലൂടെ ദൈവസ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് കയറുകയും ചെയ്യണം. ദൈവസ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് കയറുമ്പോ അത് 100% പരസ്നേഹമായി നിന്റെ ഹൃദയത്തിൽ നിന്ന് അത് പൊട്ടി ഒഴുകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, നമ്മൾ മദർ തെരേസയെ കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കും. മദർ തെരേസയെ കുറിച്ച് കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ്. അവരുടെ സഭകൾ, അവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ സന്ദർശിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. എന്താണ് മദർ തെരേസയിൽ സംഭവിച്ചത്? ഒരൊറ്റ കാര്യം ഉള്ളത്, തുറന്നിട്ട വാതിലിന്റെ ഉടമയായി അവൾ കൽക്കത്തയുടെ തെരുവീതികളിലൂടെ നടന്നു. എങ്ങനെയാ നടന്നത്? തുറന്നിട്ട വാതിലിന്റെ ഉടമയായി അവൾ കൽക്കത്തയിലെ തെരുവീതികളിലൂടെ നടന്നു. തുറന്നിട്ട വാതിൽ ചവിട്ടിക്കേറി വരാൻ കുറെ ജന്മങ്ങളെ ദൈവം അനുവദിച്ചു. തുറന്നിട്ട വാതിലിന്റെ ഉമ്മറപ്പടി ചവിട്ടിക്കേറി വരാൻ കുറെ പേരെ ദൈവം അനുവദിച്ചു. ഇങ്ങനെ തുറന്നിട്ട വാതിലുമായി കൽക്കത്തയുടെ തെരുവീതികളിലൂടെ മദർ തെരേസ നടന്നു പോയപ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് വന്നു കയറിയത് ദൈവസ്നേഹത്തിന്റെ കനിവായിരുന്നു, ദൈവസ്നേഹത്തിന്റെ അനുകമ്പയായിരുന്നു, ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയായിരുന്നു. അവിടേക്ക് തുറന്നിട്ട വാതിലിലൂടെ ദൈവസ്നേഹം പ്രവേശിച്ചപ്പോ അത് പരസ്നേഹത്തിന്റെ കൈകളായി, പരസ്നേഹത്തിന്റെ വാക്കുകളായി, പരസ്നേഹത്തിന്റെ പ്രവർത്തികളായി അവളിൽ നിന്ന് ആ തെരുവോരങ്ങളിലേക്ക് വ്യാപിച്ചു. പ്രിയപ്പെട്ടവർ, എന്താണ് നമ്മുടെ കുടുംബത്തിലേക്ക് പോലും നമ്മൾ ഇന്നൊരു സ്നേഹം വ്യാപിച്ചിറങ്ങാത്തതിന്റെ കാരണം? എന്താണ് നമ്മുടെ സമൂഹങ്ങളിൽ പോലും നമ്മളിൽ നിന്ന് ഒരു പരസ്നേഹത്തിന്റെ പ്രവൃത്തിയൊന്ന് അണപൊട്ടി ഒഴുകിപ്പോകാത്തതിന്റെ കാരണം? നമ്മളിൽ നിന്ന് വ്യാപിക്കാൻ നമ്മളിൽ ദൈവസ്നേഹം നമ്മൾ കെട്ടി ഇട്ടിട്ടില്ല. ഇടുക്കി ഡാം എന്തിനാ കെട്ടിയിട്ടേക്കുന്നത്? ഒരു വലിയ ഡാം കെട്ടി ഓടിക്കുന്നത് എന്തിനാണ് ഇടുക്കി ഡാം അവിടെ അങ്ങനെ കെട്ടിയിട്ടേക്കുന്നത്? അല്ലെങ്കിൽ ഒത്തിരിയേറെ ഡാമുകളുള്ള രാജ്യത്താണ് നമ്മൾ താമസിക്കുക. എന്തിനാണ് ഡാമുകളൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത്? അതിനകത്ത് വെള്ളം കെട്ടിയിടാൻ. വെള്ളം കെട്ടിയിട്ടിരിക്കുന്നത് എന്തിനാ? ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തുക എന്നത് തന്നെയാണ്. അപ്പൊ ഇടുക്കി ഡാം അല്ല, മറ്റു ഡാമുകളെല്ലാം കെട്ടിയിട്ടിരിക്കുന്ന ഒറ്റ ഉദ്ദേശം കൊണ്ട് അതിനകത്ത് വെള്ളം നിറച്ചിടുക. വെള്ളം നിറച്ചിട്ടിട്ട് അത് ആവശ്യമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക, വിദ്യുച്ഛക്തിക്ക് ഉപയോഗിക്കുക, കൃഷിക്ക് ഉപയോഗിക്കുക, കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന ആവശ്യമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. നിറയെ വെള്ളം നിറഞ്ഞു കിടക്കാൻ ഡാമുകൾ കെട്ടി. എന്റെ ചേച്ചിയുടെ ഹൃദയത്തിനകത്ത് ഒരു ഡാം പണിതിട്ടിട്ടുണ്ടോ? ആലോചിക്കുക. മുകളിലേക്ക് പോയി, കർത്താവെ, സിമന്റ് മണലും പണിക്കാരും ബംഗാളി എന്റെ ഹൃദയത്തിൽ കയറി എങ്ങനെ ഇരിക്കും? ബംഗാളിയാണല്ലോ പറയുന്നത്, അപ്പൊ ഹൃദയത്തിൽ കയറി. ഈ ഡാം പോലെ ദൈവസ്നേഹം നമ്മൾ കെട്ടിക്കിടക്കണം. കനാല് പോലെ അത് കൈവഴികളായി ഒഴുകിപ്പോണം. കെട്ടാൻ മാത്രമല്ല, കെട്ടിക്കിടക്കുന്ന ദൈവസ്നേഹത്തെ കനാൽ വഴികളിലൂടെ അവരെന്റെ ജീവിതത്തിലേക്ക് ഒഴുക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ നിറഞ്ഞ ജീവിതത്തിന്റെ പ്രത്യേകത. മദർ തെരേസയിൽ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ കൃപ നിറഞ്ഞ ജീവിതത്തിന്റെ പൂർണ്ണതയാണ്. ദൈവത്തിന്റെ കൃപ നിറഞ്ഞ ജീവിതത്തിന്റെ അഭിഷേകമാണ്. ഈ ദൈവത്തിന്റെ കൃപ നിറഞ്ഞ ജീവിതത്തിന്റെ അഭിഷേകം അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ മിന്നിത്തിളങ്ങി നിന്നപ്പോൾ അവളിൽ നിന്ന് ദൈവസ്നേഹം ഒഴുകിക്കൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഹൃദയ കവാടങ്ങൾ തുറക്കേണ്ടത് നിന്നിലേക്ക് ദൈവത്തിന്റെ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ കെട്ടിക്കിടക്കാൻ ഹൃദയ കവാടങ്ങൾ ഒരിക്കലും പൂട്ടാതിരിക്കേണ്ടത് നിന്നിൽ നിന്ന് ഒഴുകേണ്ട പരസ്നേഹം നിന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകിയെത്താനായി നിന്റെ ഹൃദയത്തെ നീ അടയ്ക്കാതിരിക്കുക. നീ ബന്ധോസ്ഥിരാക്കാതിരിക്കുക. നിന്നെ തന്നെ നീ ഹൃദയത്തിൽ ബന്ധോസ്ഥിരാക്കാതിരിക്കുക. നിന്നെ തന്നെ നീ ഹൃദയത്തിൽ ബന്ധോസ്ഥിരാക്കി കഴിഞ്ഞാൽ നിനക്ക് കിട്ടേണ്ട നന്മകൾ നഷ്ടപ്പെട്ടു പോകും. നിന്നിലേക്ക് ഒഴുകിയെത്തേണ്ട ദൈവിക ചൈതന്യം നിന്നിലേക്ക് ഒഴുകാതവര്, നിന്നിലേക്ക് എപ്പോഴും നിഴലിച്ചു നിൽക്കേണ്ട ക്രിസ്തുവിന്റെ പ്രസാദവരം നിന്നെ വിട്ടുപോകും. ക്രിസ്തുവിന്റെ പ്രസാദവരം വിട്ടുപോയ ജന്മങ്ങൾ പാഴ് ജന്മങ്ങളാകും. ഹല്ലേലൂയ. കരമുറ്റി പറഞ്ഞ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ മൂക്കറ്റം കുടിച്ചു നിൽക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ, അല്ല അവരുടെ ആൾക്കാരുടെ കൗൺസിലിംഗ് കൊണ്ട് ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നീ മഹാ കുടിയനായതോ അല്ലെങ്കിൽ ഇത്രയേറെ ദൂർത്തടിച്ച് ജീവിക്കേണ്ട ജീവിതത്തിന്റെ ഉടമയായതോ ഒരൊറ്റ കാരണം കൊണ്ടാണ്. എന്ത് കാരണം കൊണ്ടാവും? ദൈവിക പ്രസാദവരം നഷ്ടപ്പെട്ടു. ദൈവിക പ്രസാദവരം നഷ്ടപ്പെട്ടപ്പോ ആ പ്രസാദവരത്തിന് അവന് ജീവിക്കാൻ പറ്റാതെ വന്നപ്പോ അവൻ ദുർചിന്തകളുടെ പിറകെ പോയി, ദുരാസക്തിയുടെ പിറകെ പോയി, ദുർപ്രവൃത്തികളുടെ പിറകെ പോയി. അങ്ങനെ അടിമത്തത്തിൽ നിന്ന് അടിമത്തത്തിലേക്ക് പോയി. മദ്യത്തിന്റെ അടിമയായി, ദുഷ്ടതയുടെ അടിമയായി,
ക്രൂരതയുടെ അടിമയായി ഒരു മനുഷ്യൻ ഇങ്ങനെ മാറാം. പ്രിയപ്പെട്ടവരതുകൊണ്ട് ഏത് ഈ ലോകത്ത് നമ്മളെ അടിമയാക്കുന്നു, ആ അടിമയാക്കുന്നത് നമ്മളെ മൃഗമാക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് മൃഗമാക്കുന്നുവെങ്കിൽ തിരികെ തമ്പുരാനിലേക്ക് വന്നിട്ട് ദൈവമേ എന്നെ നിന്റെ സ്നേഹത്തിന്റെ അടിമയാക്കൂ എന്ന് പറ. ദൈവമേ എന്നെ നിന്റെ ചൈതന്യത്തിന്റെ അടിമയാക്കൂ എന്ന് പറ. ദൈവമേ എന്നെ നിന്റെ കൃപാചാലുകളുടെ ഉടമയാക്കൂ എന്ന് പറ. ദൈവം നിന്നെ സ്നേഹത്തിൽ അടിമപ്പെടുത്തിയാൽ നീ ദൈവത്തിന്റെ കരങ്ങളിൽ ഭദ്രമായിരിക്കും. ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. രണ്ട് കരമുയർത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചേ, കർത്താവായ ഈശോയെ അങ്ങയുടെ കൃപകളുടെ അടിമയാക്കി എന്നെ വളർത്തണമേ. എന്റെ കർത്താവേ അങ്ങയുടെ ദൈവസ്നേഹത്തിന്റെ അടിമയാക്കി എന്നെ അങ്ങ് പണിതുയർത്തണമേ. എന്റെ കർത്താവേ എന്നെ അങ്ങയുടെ വചനത്തിന്റെ അടിമയാക്കി കൊണ്ടു നടക്കണമേ. എന്റെ കർത്താവേ എന്നെ അങ്ങയുടെ പരിശുദ്ധ കുർബാനയുടെ അടിമയാക്കി വഴി നടത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണൻ പ്രഥമ പൗരനായിരുന്നു. ഇന്ത്യയുടെ പ്രഥമ പൗരനായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ. 62 മുതൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ആള്. 1962 ഇദ്ദേഹം മദ്രാസില് ക്രിസ്ത്യൻ കോളേജിൽ പ്രൊഫസറായി ജോലി ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആൾ. അപ്പൊ ഇങ്ങനെ ഈ പ്രൊഫസറായി അദ്ദേഹം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു വിദ്യാർത്ഥി ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ചെന്നു. പ്രഭാതത്തിൽ ചെന്നപ്പോ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ വാതിലുകൾ തുറന്നു കിടപ്പുണ്ട്. ഈ കൊച്ചു കയറി ചെല്ലുമ്പോ കണ്ട കാഴ്ച ഒരു കുരിശ് അദ്ദേഹത്തിന്റെ മേശപ്പുറത്തിരിപ്പുണ്ട്. ആ കുരിശിന്റെ മുന്നിൽ അദ്ദേഹം ഇതാ സാഷ്ടാംഗം വീണ് കിടക്കുന്നു. ആ കുരിശിന്റെ മുന്നിൽ അദ്ദേഹം ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുകയാണ്. ഈ വിദ്യാർത്ഥി കുറെ നേരം പുറകിൽ അവിടെ പോയി നോക്കി നിന്നു. സാഷ്ടാംഗം പ്രണവിച്ച് കിടന്നവർ അവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ പുറകിൽ നിന്ന തന്റെ ശിഷ്യനെ കണ്ടു. എന്താ വന്നെന്ന് ചോദിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഞാൻ അവിടെ കാണുന്നത് ലോക ഗുരുവിനെയാണ്. ഞാൻ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഞാൻ അവിടെ കാണുന്നത് എന്റെ ജ്ഞാനത്തിന്റെ ഉദയത്തെയാണ്. ഞാൻ കുരിശിലേക്ക് നോക്കുമ്പോ ഞാൻ അവിടെ കാണുന്നത് ഇന്നെനിക്ക് ക്ലാസ് എടുക്കേണ്ട എല്ലാ വിഷയങ്ങളെയുമാണ്. ഒരു മഹാമനുഷ്യൻ കുരിശിന്റെ മുന്നിൽ തന്നെ തറയോട് ചേർത്ത് വെച്ച് കടത്തിയിട്ട് എഴുന്നേറ്റ് നിന്ന് പറയുക, ഞാൻ കുരിശിൽ കാണുന്നത് ലോക ഗുരുവിനെയാ. ഞാൻ കുരിശിൽ കാണുന്നത് ജ്ഞാനത്തിന്റെ ഉദയത്തെയാ. ഞാൻ കുരിശിൽ കാണുന്നത് മറ്റാരും പഠിപ്പിക്കാത്ത കാര്യങ്ങളെ പഠിപ്പിച്ചവനെയാ. ഞാൻ കുരിശിൽ കാണുന്നത് സാഹോദര്യത്തിന്റെ തിരമാല ഇളക്കത്തെയാ. ഞാൻ കുരിശിൽ കാണുന്നത് സ്നേഹത്തിന്റെ കടലിനെയാണ് കുരിശിൽ കാണുന്നത്. അതുകൊണ്ട് ഈ ഗുരുവിൽ നിന്ന് ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഗുരുവിൽ നിന്നാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗുരുവിൽ നിന്നാണ് എന്റെ പഠനത്തിന്റെ പൂർത്തീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ വിദ്യാർത്ഥിയോട് ആ മനുഷ്യൻ പറഞ്ഞത്. ഇന്ത്യയുടെ പ്രഥമ പൗരനായിരുന്ന ആളാണ്. ഒരു കുരിശിന്റെ മുമ്പിലാണ് അവൻ കെട്ടിപ്പിടിച്ച് വീണ് കിടന്നത്. ഒരു കുരിശിന്റെ മുമ്പിലാണ് തറവായിച്ചിട്ടത്. ഒരു കുരിശിന്റെ മുമ്പിലേക്ക് ഇരുന്നിട്ടാണ് തന്റെ ലോക ഗുരുവിനെ കണ്ടെത്തിയത്. ഒരു കുരിശിന്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് ജ്ഞാനത്തിന്റെ ഉറവിടം എവിടെയെന്ന് അവൻ തിരിച്ചറിയുന്നത്. ഒരു കുരിശിന്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് അവൻ ആരും പഠിപ്പിക്കാത്ത ജ്ഞാനത്തിന്റെ കുരുക്കുകൾ അഴിക്കുന്ന വഴികൾ തിരിച്ചറിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അറിയാ, ഇതാ ക്രൂശിതന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ ദൈവം നമ്മളിലേക്ക് ചൊരിയുന്ന അനേക കൃപകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കൃപയാ ജ്ഞാനത്തിന്റെ കൃപ, അറിവിന്റെ കൃപ. അപ്പൊ അറിവിന്റെ കൃപ തേടുന്നവൻ അറിവ് നൽകുന്ന ദൈവത്തിലേക്ക് തിരിയുമ്പോൾ അവന്റെ ജീവിതത്തില് അറിവിന്റെ കൃപ അതിന്റെ പൂർണ്ണതയിലുണ്ടാവും. ഇങ്ങനെ ഒരു മനുഷ്യൻ, ഒരു അക്രൈസ്തവൻ, ഇന്ത്യയുടെ പ്രഥമ പൗരനായിരുന്ന മനുഷ്യൻ ക്രിസ്തുവിനെ കണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ യേശുവിനെ അനുദിനം അറിയുകയും അവന്റെ വചനം വായിക്കുകയും പരിശുദ്ധമായ ജ്ഞാനത്തിന്റെ ഉറവിടമായ ക്രിസ്തുവിന്റെ പരിശുദ്ധ കുർബാനയും പരിശുദ്ധവിന്റെ പരിശുദ്ധ കൂദാശകളും സ്വീകരിച്ച് വളരുന്ന നമുക്ക് ഈ തമ്പുരാന്റെ മുമ്പിൽ നിന്ന് സാഷ്ടാംഗം വീണ് കിടക്കാൻ പറ്റുമോ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ എത്ര പേര് രാവിലെ എഴുന്നേറ്റ് സ്വന്തം വീട്ടുകളുടെ രൂപത്തിന് മുമ്പിലോ അല്ലെ ഒരു കുരിശിന്റെ മുമ്പിലോ സാഷ്ടാംഗം പ്രണവിച്ച് കിടന്ന് ഈ ദിവസത്തെ മുഴുവൻ തമ്പുരാന്റെ നിന്റെ പാദത്തിലേക്ക് അടിയറവയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോന്നവരുണ്ട്? കൈമുഖിക്ക് കാണില്ല.
ദൈവമേ, ഈ വീട്ടിൽ ചെന്നാ ഇങ്ങനെ വീണ് അടിച്ചു കിടക്കുന്ന അമ്മമാരും അപ്പന്മാരും കൊണ്ടോ? സാട്ടാങ്ങ് വീണ് കിടക്കാന്ന് പറഞ്ഞ എന്നാന്ന് വിചാരിച്ചിട്ടാ? കമന്നങ്ങ് നേരെ കിടക്ക കുരിശിന്റെ മുന്നില്, മക്കളും ഭർത്താവും ഒക്കെ കാണാവുന്ന രീതിയിൽ. ഇതേ മനുഷ്യ ആണ്, പിള്ളേരെ കാണും. ഇങ്ങനെയാണ് സാട്ടാങ്ങാനാണ് വെച്ച് ലോക ഗുരുവിന്റെ മുമ്പിൽ കിടക്കേണ്ടതെന്ന്, ഈ ലോക ഗുരുവിന്റെ മുമ്പിൽ സമ്പൂർണ്ണമായി കൊടുക്കേണ്ടതെന്ന് ഇങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുന്ന അപ്പനുണ്ടെങ്കിൽ അമ്മയുണ്ടെങ്കിൽ പിന്നെ ആ കുടുംബത്തിനകത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകാതിരിക്കുവോ? ആ കുടുംബത്തിന് നേരെ പിശാചിനൊന്ന് പ്രവർത്തിക്കാൻ പറ്റുമോ? ആ കുടുംബത്തിലേക്ക് തിന്മയുടെ ശക്തി സ്വാധീനം വരെ കയറി വരുമോ? കയറി വരത്തില്ല. കാരണം സാട്ടാങ്ങ് വീട് കിടക്കുന്ന ഒരു അപ്പനുണ്ട്, ദൈവത്തിന് മുമ്പ് സാട്ടാങ്ങ് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു അമ്മയുണ്ട്. അതിലേക്ക് തിന്മയുടെ ശക്തിക്ക് കയറി വിളയാടാൻ പറ്റില്ല. കാരണം ദൈവശക്തിയാൽ കോട്ട കെട്ടപ്പെട്ടതാണ് ആ ഭവനം. ദൈവശക്തിയാൽ കോട്ട കെട്ടപ്പെട്ടതാണ് ആ ഭവനത്തിനുള്ളിൽ വസിക്കുന്ന അംഗങ്ങൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരതുകൊണ്ട് ഞാൻ പറയും, ഇടയ്ക്ക് അപ്പനൊന്ന് സാട്ടാംഗം വീഴണം. തന്റെ കുടുംബത്തിന്റെ നടുക്കളത്തിലൊന്ന് സാട്ടാംഗം കടന്നിട്ട് അവിടെയുള്ള ദൈവ ചൈതന്യത്തെ ഒന്ന് തിരിച്ചറിഞ്ഞ ആ ദൈവ ചൈതന്യത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബത്തെ മുഴുവൻ വെച്ചു കൊടുക്കുക. അമ്മയൊന്ന് കുടുംബത്തിന്റെ നടുക്കളത്തിലെ പ്രാർത്ഥനാ മുറിയിൽ ഒന്ന് സാട്ടാംഗം കടന്നിട്ട് ജീവിത പങ്കാളിയെ, മക്കളെ, കുടുംബത്തിന്റെ പ്രാരാബ്ധങ്ങളെ, കുടുംബത്തിന്റെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെ നേരിടുന്ന കഷ്ട ദുരിതങ്ങളെ മുഴുവൻ ഒന്ന് കൊടുത്തു നോക്കിക്കേ. ഒരു 10 പ്രാവശ്യം 10 ദിവസം കെട്ടി വീണ് കിടന്നു കൊടുത്താൽ നിന്റെ ജീവിതത്തെ മാറ്റങ്ങൾ നീ കാണും. നിന്റെ ജീവിതത്തെ തമ്പുരാൻ ഇറങ്ങി വന്ന് ഇടപെടുന്നത് നീ കാണും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ആരോഗ്യമുള്ളപ്പോ തമ്പുരാന്റെ മുമ്പിൽ വീഴാൻ മറക്കരുത്. നമുക്ക് ആരോഗ്യമുള്ളപ്പോ തമ്പുരാന്റെ മുമ്പിൽ വീഴാൻ മറക്കരുത്. നമ്മൾ ആരോഗ്യമുള്ളപ്പോൾ നമ്മുടെ ദേഷ്യങ്ങൾ വീഴും. ആരോഗ്യമുള്ളപ്പോ മദ്യമയക്കുമരുന്ന് കൂട്ടുകെട്ടുകൾ വീഴും. ആരോഗ്യമുള്ളപ്പോ അവനെന്നെ നെഞ്ചത്ത് കയറി പടപിടിച്ച പടക്കുരുതി കാലത്ത് നമ്മൾ വീഴും. എന്നാ തമ്പുരാന്റെ മുമ്പിൽ വീഴുക. തമ്പുരാന്റെ മുമ്പിൽ വീണ തമ്പുരാൻ ഒരിക്കലും നമ്മളെ വിട്ടുപോകുകയില്ല. അതുകൊണ്ട് ഒരിക്കലും വിട്ടുപോകാൻ ആഗ്രഹിക്കാത്ത തമ്പുരാന്റെ മുമ്പിൽ ഒന്ന് സാഷ്ടാംഗം വീണ് നമ്മുടെ പ്രശ്ന പ്രതിസന്ധികളെ മുഴുവൻ തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഈശോ ഏറ്റെടുക്കും. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമായ ഒരു കാര്യമുണ്ട്. ഈശോ തൊടുന്നതൊന്നും തീരില്ലെന്നുള്ളത്. അല്ല, ഈശോ ഒന്ന് തൊട്ടപ്പോ അവന് എന്ത് കിട്ടി? സൗഖ്യം കിട്ടി. സൗഖ്യം എന്തായിരുന്നു? സംസാരശേഷി കിട്ടി. ഇത് അവന് വീണ്ടും കേൾവി ശക്തി കിട്ടി. ഇവിടെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിന്റെ 17-14 തൊട്ടുള്ള വചനം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-14 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുന്നത് നമ്മുടെ ഏലിയ പ്രവാചകൻ. രാജ്യത്ത് വലിയ ക്ഷാമവും ദുരിതവും ഒക്കെ ഉണ്ടാകാവുന്ന സമയത്ത് ഏലിയ പ്രവാചകനെ ദൈവം അയച്ചു. എങ്ങോട്ടാ അയച്ച്? സർഫത്തിലെ ഒരു വിധവയുടെ അടുത്തേക്ക് വിശന്ന് വലഞ്ഞ വയറുമായി കയറി ചെന്ന ഈ ഏലിയ ചോദിച്ചതൊന്നേ ഉള്ളൂ. അപ്പം ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞു, ഞാനൊരു വിധവ, എനിക്ക് മറ്റാരുമില്ല, എന്റെ കാലത്തിൽ അല്പം എണ്ണയും അല്പം മാവേ ഉള്ളൂ, നിനക്കത് ചുട്ടു തിന്നാൽ ഞാൻ പഞ്ഞം കടന്ന് ചാകേണ്ടി വരും, അതുകൊണ്ട് തരാനില്ല. ഏലിയ കൊടുത്തൊരു വാക്കുണ്ട്. ഏലിയ പറഞ്ഞതാ, നിന്റെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും ഒരിക്കലും തീർന്നു പോവുകയില്ല. പ്രവാചകൻ ഒരു കാര്യം അറിയാം. വിശന്ന് വനഞ്ഞ വയറുമായി ഈ വിധവയുടെ വീടിന്റെ പടി കയറി ചെല്ലുമ്പോ പ്രവാചകൻ ഒരു കാര്യം അറിയാം. എന്നെ അയച്ചവൻ ഈ വീടിനെ തൊടും, എന്നെ അയച്ചവൻ ഇവരുടെ ജീവിതത്തെ തൊടും, എന്നെ അയച്ചവൻ ഇവരെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോവുകയില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, എനിക്ക് ഒരപ്പം ഉണ്ടാക്കാൻ നീ തവിയെടുത്ത മാവിൻ കലത്തിലേക്ക് ഇടുമ്പോ ആ തവിയിലൂടെ നിന്റെ കലത്തിലെ മാവിനെ ദൈവം തൊടും. എനിക്കൊരപ്പം ഉണ്ടാക്കാം, ഒരു സ്പൂൺ എടുത്ത് നീ എണ്ണപ്പാത്രത്തിൽ വെക്കുമ്പോ ആ എണ്ണപ്പാത്രത്തെ ദൈവം തൊടും. ദൈവം തൊട്ടാ പിന്നെ നിന്റെ കുടത്തിലെ മാവ് തീരില്ല, നിന്റെ കുപ്പിയിലെ എണ്ണ തീരില്ല. അതിങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. ഏലിയ അനുഭവിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്, ദൈവം തൊട്ടാൽ അത് പിന്നീട് പൂത്തുലഞ്ഞുകൊണ്ടേയിരിക്കും. ദൈവം തൊട്ടാൽ പിന്നെ ഒരു കുറവും ഉണ്ടാവുകയില്ല. ദൈവം തൊട്ടാൽ അനുഗ്രഹമല്ലാതെ മറ്റൊന്ന് ജീവിതത്തിന് സംഭവിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആദ്യ വെള്ളിയാഴ്ച നീ ഇങ്ങനെ ചിന്തിക്കണം, ഇങ്ങനെ പ്രാർത്ഥിക്കണം. എന്റെ ദൈവമേ, നീ എന്നെ ഒന്ന് തൊടണമേ. എന്റെ ദൈവമേ, നീ എന്റെ ഭവനത്തെ ഒന്ന് തൊടണമേ. എന്റെ ദൈവമേ, നീ എന്റെ ബിസിനസിനെ തൊടണമേ. എന്റെ ദൈവമേ, നീ എന്റെ ജീവിത പങ്കാളിയെ തൊടണമേ. എന്റെ ദൈവമേ, നീ എന്റെ മക്കളെ തൊടണമേ. നീ ഒന്ന് തൊട്ടാൽ എന്തൊരു അത്ഭുതമാ, നീ ഒന്ന് തൊട്ടാൽ എന്തൊരു അനുഗ്രഹമാ, നീ ഒന്ന് തൊട്ടാൽ എന്തൊരു അഭിഷേകമാ, നീ ഒന്ന് തൊട്ടാൽ സ്വർഗം എന്നെ തൊടുന്നതിന്റെ അനുഭവമാ. എനിക്ക് കുറവുണ്ടാവുകയില്ല.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഒറ്റവാക്കി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, ദൈവമേ എന്നെ തൊടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ രണ്ട് കരമുയർത്തി കുരിശിലേക്ക് ഒന്ന് നീട്ടിപ്പിടിച്ചിട്ട് കുരിശിലേക്ക് അർത്ഥപ്പാണനായി പിടഞ്ഞ് മരിച്ച ക്രിസ്തുവിലേക്ക് ഒന്ന് നോക്കിയിട്ട് ആ ക്രിസ്തുവിനോട് പറ, ദൈവമേ എന്നെ തൊടണമേ എന്ന് ഏറ്റുപറഞ്ഞോ. ദൈവമേ, ദൈവമേ എന്നെ തൊടണമേ. ദൈവമേ എന്റെ ജീവിത പങ്കാളിയെ തൊടണമേ. ദൈവമേ എന്റെ മക്കളെ തൊടണമേ. ദൈവമേ എന്റെ വസ്തുവകകളെ തൊടണമേ. ദൈവമേ എന്റെ ബിസിനസിനെ തൊടണമേ. ദൈവമേ എന്റെ ജോലിയെ തൊടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കരമുയർത്തി കുരിശിൽ തൂങ്ങിയാടി മരിച്ചവനെ നോക്കിയിട്ട് ദൈവമേ തൊടണമേ എന്ന് പറഞ്ഞാൽ ആ കുരിശ് മരത്തെ തൊട്ട് അനുഗ്രഹമാക്കിയവൻ, കുരിശ് മരത്തെ തൊട്ട് അതിനെ അഭിഷേകമുള്ളതാക്കിയവൻ, കുരിശ് മരത്തെ തൊട്ട് പിശാചിന്റെ തലയെ തകർക്കാനുള്ള ഉപകരണമാക്കി മാറ്റിയവൻ നമ്മളെ തൊട്ട് നമ്മുടെ ജീവിതത്തിന്റെ പരിപരുത്ത അനുഭവങ്ങളെ കത്തിച്ച് കരിച്ച് ചാമ്പലാക്കി. വിശ്വസിക്കുക, കുരിശുമരത്തോട് അവന്റെ ശരീരം ഒന്ന് തൊട്ടപ്പോഴല്ലേ അതുവരെ ശാപമായിരുന്ന കുരിശ് അനുഗ്രഹമായിരുന്നു. കുരിശുമരത്തോട് അവന്റെ രക്തമൊന്ന് തൊട്ടപ്പോഴല്ലേ പിശാച് പോലും മുട്ടുകുത്തുന്ന അടിയറ വയ്ക്കുന്ന ഏറ്റവും ശക്തിയുള്ള ദൈവത്തിന്റെ അടയാളമായി അത് രൂപാന്തരപ്പെട്ടത്. കുരിശുമരണത്തോട് തന്റെ കരചരണങ്ങളെ ചേർത്ത് വെച്ചപ്പോ കുരിശിന് പോലും ദുഷ്ടന്റെ തലയെ തകർക്കാനുള്ള അനുഗ്രഹം കിട്ടിയെങ്കിൽ ദൈവത്തിന്റെ ചായനും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ട് അരുമമോനായി ചങ്കോട് ചേർത്ത് വെച്ച് ഈ ദൈവം നിന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോ നീ ആ ക്രിസ്തുവിലേക്ക് കടന്നിട്ട് ദൈവമേ എന്നെ ഒന്ന് തൊട് എന്ന് പറഞ്ഞാൽ ദൈവം ഇറങ്ങി വന്ന് തൊടാതിരിക്കുവോ? നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നീ വിളിക്കുന്നതാണെങ്കിൽ, നിന്റെ ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് നീ വിളിക്കുന്നതാണെങ്കിൽ ദൈവം നിന്നെ തൊടാതിരിക്കുകയില്ല. ദൈവം തൊടും, തൊടാതിരിക്കുക. കാരണം അവൻ അങ്ങനെയാണ്. ദൈവം തൊടും. നമ്മൾ കാണുന്നതാണല്ലോ, ദൈവം തൊടാതിരിക്കത്തില്ല. ദൈവത്തിന്റെ പ്രത്യേകത അതാണ്. തൊട്ട് അനുഗ്രഹിച്ച് കടന്നു പോകുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് തമ്പുരാന്റെ കരങ്ങളിലേക്ക് തൊട്ടിട്ട്, കർത്താവേ എന്നെ തൊട്ടാൽ എനിക്കൊരു കുറവും വരില്ല എന്ന് ചിന്തിക്കുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 38 മുതലുള്ള തിരുവചനം. തീർന്നു പോകാത്ത അപ്പത്തിന്റെ കഥ പറയുന്ന സുവിശേഷമാണ്. തീർന്നു പോകാത്ത അപ്പത്തിന്റെ കഥ പറയുന്ന സുവിശേഷമാണത്. അവിടെ നമുക്കറിയാം, അപ്പം വർദ്ധിപ്പിക്കുന്നതാ. എത്ര അപ്പമുണ്ട് എന്ന് നോക്കിയിട്ട് ചെന്ന് നോക്കാൻ പറഞ്ഞു. ശിഷ്യന്മാർ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ കർത്താവെ 5 അപ്പം. മുന്നിലിരിക്കുന്നതോ ആയിരക്കണക്കിന് ആൾക്കാർ. 5 അപ്പവും ആയിരക്കണക്കിന് ആൾക്കാരും. 5 അപ്പവും ആയിരക്കണക്കിന് ഒഴിഞ്ഞ വയറുകളും. എന്ത് ചെയ്യണം? ശിഷ്യന്മാർ നോക്കിയാ കൂടാത്തതാ. എന്നാ ക്രിസ്തു അവനറിയാൻ താനെന്ത് തൊട്ടാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്. 5 അപ്പം കൊണ്ടുവന്ന് അവന്റെ കൈകളിലേക്ക് അവനും തൊട്ടു. അവനൊന്ന് കൈകളിലെടുത്തു. 2 മീൻ കൊണ്ടുവന്ന് അവന്റെ കൈകളിലൊന്നും എടുത്തു. പിന്നെ സംഭവിച്ചത് നമുക്കറിയാം. വർദ്ധിച്ചു പെരുകി മുമ്പിലിരുന്ന എല്ലാ ശൂന്യ വയറുകളും നിറച്ചിട്ടും ബാക്കി വരാൻ തക്ക വിധത്തിന് അപ്പ പെരുമ കണ്ട് ശിഷ്യന്മാര് കണ്ണു തള്ളി. ക്രിസ്തു ഒന്ന് തൊട്ടതാ, മറ്റൊന്നും സംഭവിച്ചില്ല. ഉടയതമ്പുരാനൊന്ന് തൊട്ടതാ. പിന്നെ പെരുത്ത് വർദ്ധിച്ചെല്ലാ വയറുകളും നിറഞ്ഞിട്ടും ബാക്കി വന്ന ഒരപ്പത്തിന്റെ കഥ പറയുന്ന സുവിശേഷം, അപ്പ സുവിശേഷം നമുക്ക് മുമ്പിലുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 6:38. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 5 മുതലുള്ള തിരുവചനം. അവിടെ 7 അപ്പം വർദ്ധിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ദൈവം തൊട്ടാൽ അവിടെ ഒരു വർധനയുണ്ട്. ഇപ്പൊ നമ്മുടെ പരാതി എന്നാ? എന്റെ കർത്താവേ എനിക്കൊന്നും വർദ്ധിച്ചു കിട്ടുന്നില്ല. എന്റെ ജോലിയിൽ എനിക്കൊരു വർധനവില്ല. എന്റെ സമ്പത്തില് എനിക്കൊരു വർധനവില്ല. എന്റെ ആരോഗ്യത്തില് എനിക്കൊരു വർധനവില്ല. എന്റെ ബന്ധനങ്ങളില് എനിക്കൊരു വർധനവില്ല. എന്റെ പ്രാർത്ഥനാ ജീവിതത്തില് എനിക്കൊരു വർധനവില്ല. എല്ലാ വർധനയും നഷ്ടപ്പെട്ടതിന്റെയോ ചുരുങ്ങിപ്പോയതിന്റെ ഒക്കെ കഥ പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ വരിക. എന്നാ പ്രിയപ്പെട്ടവരെ, എല്ലാം വർദ്ധിപ്പിച്ച് തരാൻ കരുത്തുറ്റ് കൈ നീട്ടി നിൽക്കുന്ന തമ്പുരാന്റെ മുമ്പിലേക്ക് ഒന്ന് ശിരസ് നമിച്ചിട്ട്, തമ്പുരാനെ എന്റെ വർധനമില്ലാത്ത ശൂന്യമായി കിടക്കുന്ന
ശൂന്യ മേഖലകളിലേക്ക് തൊടണമേ എന്ന് പറഞ്ഞാൽ ഈശോ തൊടാതിരിക്കോ? കുരിശിൽ കരം വിരിച്ചവൻ നമ്മളെ തൊടാൻ വേണ്ടി തന്നെ വിരിച്ചതല്ലേ? കുരിശിൽ കരം വിരിച്ചവൻ നമ്മളെ തൊടാൻ വേണ്ടി തന്നെ വിളിച്ചതല്ലേ? ഈ കൊറോണയ്ക്ക് മുമ്പത്തെ വർഷം ഈ പാറശാലയടുത്ത് പിൻകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടക്കുന്നു. കറിസ്മാറ്റിക് കൺവെൻഷൻ, ഡിവൈൻ്റെ നേതൃത്വത്തിൽ ഞാൻ നേതൃത്വം കൊടുക്കുന്ന കറിസ്മാറ്റിക് കൺവെൻഷൻ. പ്രിയപ്പെട്ടവർ, അതിന്റെ 3-ാം ദിവസം ഒരു മനുഷ്യനൊരു സാക്ഷ്യവുമായി വന്നു. സാക്ഷിയുടെ 3-ാം ദിവസം വന്ന സാക്ഷി ഇതാ, വചന കൂടാരത്തിനകത്തിരുന്ന് വചനം കേൾക്കുന്നു, അതോടൊപ്പം തന്നെ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നു, നിത്യ ആരാധന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വചനം കേട്ട് ഞാൻ 2-ാമത്തെ ദിവസം പറഞ്ഞത്, ഈ കൂടാരത്തിലിരിക്കുന്ന വചന ഗ്രൗണ്ടിലിരിക്കുന്ന ആരെങ്കിലും ദൈവം തൊട്ടാൽ മാത്രമേ അവൻ അനുഗ്രഹമുള്ളൂ. ദൈവം തൊടാത്ത ഒരുത്തനും അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിക്കരുത്. ദൈവം തൊടണമെങ്കിൽ അനുകമ്പയോടെ എളിമയോടെ നമ്മുടെ ശിരസിനായി കർത്താവിന്റെ വചനത്തിൽ മുമ്പ് നിൽക്കുക. വചനം കൊണ്ട് നിന്നെ അവൻ തൊടും. നിന്നെ തൊട്ടാൽ നിന്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ നീ അനുഭവിക്കും. ഇതാണ് 2-ാം ദിവസം പറഞ്ഞത്. ഈ 2-ാം ദിവസം വചനമൊക്കെ കേട്ടിട്ട് അയാള് ആ രാത്രി ചെയ്തത് എന്താന്ന് വെച്ചാ, അഭിഷേക ആരാധനയും കൂടി അല്പനേരം പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് മുട്ടുകുത്തിയിരുന്നവൻ എഴുന്നേറ്റ് പോയി വീട്ടിലേക്ക് പോയി കിടക്കാൻ പോയിട്ട് അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. പറഞ്ഞത്, എനിക്ക് കിടക്കാൻ പോയിട്ട് ഉറക്കം വന്നില്ല. വീട്ടിലെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു. സ്വന്തം ജീവിതത്തിന് കുറേശ്ശെ നാരകീയ അവസ്ഥകൾ എന്റെ തലയ്ക്കകത്ത് ഇങ്ങനെ കിടന്ന് വിങ്ങുന്നു. എന്ത് ചെയ്യണമെന്ന് ഒരു ബുദ്ധിമുട്ട്. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കുറച്ചേരം എഴുന്നേറ്റ് കടന്നു, പിന്നെയും പോയി കടന്നു, പിന്നെ ഉറക്കം വരുന്നില്ല. എഴുന്നേറ്റ് വെള്ളം കുടിച്ചു. അമ്മ ദൈവം എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിച്ചു, ദൈവവചനം എടുക്കുക, നീ അതിന്റെ മുമ്പിൽ കുമ്പിട്ട് കിടക്കുക. ദൈവവചനം എടുക്കുക, നീ അതിന് മുമ്പിൽ കുമ്പിട്ട് കിടക്കുക. ഇയാള് പോയി വീട്ടിലിരുന്ന ബൈബിൾ എടുത്തു, അതിന് മേശപ്പുറത്ത് കൊണ്ട് ഇങ്ങനെ ചാരി വെച്ചു. എന്നിട്ട് അതിന്റെ മുമ്പിൽ അങ്ങ് കുമ്പിട്ട് നമ്മളെ സാഷ്ടാംഗം പ്രണമിച്ചങ്ങ് കിടന്നു. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യത്തിനകത്ത് പറഞ്ഞതാണ്, ആ കിടപ്പ് ഞാൻ അവിടെ കിടന്നു നേരം വെളുക്കുന്നത് വരെ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാതെ ഒരു രാത്രി മുഴുവൻ ദൈവവചനത്തിന് മുമ്പ് സാഷ്ടാംഗം വീണ് കിടന്നിട്ട്, ദൈവമേ എന്നെ തൊടണമേ എന്ന് പറഞ്ഞു. ദൈവമേ എന്നെ തൊടണമേ എന്ന് പറഞ്ഞു. ദൈവമേ എന്നെ തൊടണമേ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സാക്ഷ്യം പറഞ്ഞതാ. പിറ്റേ ദിവസം എഴുന്നേറ്റു, മനസ്സിന് വല്ലാത്ത സന്തോഷം. ഒരു ദിവസം മുഴുവൻ ഉറക്കളച്ച് തമ്പുരാന്റെ വചനത്തിന് മുമ്പ് സാഷ്ടാംഗം വീണ് കിടന്നിട്ട് അതിരാവിലെ അതിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റപ്പോ മനസ്സിന് വല്ലാത്ത സന്തോഷം, മനസ്സിന് വല്ലാത്ത ആനന്ദം. എന്തൊക്കെയോ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ, എന്തൊക്കെ ഭാരം ജീവിതത്തിൽ നിന്ന് അകന്നു പോയതുപോലെ അവന് വല്ലാത്ത സന്തോഷം. അവൻ ആകപ്പാടെ നരകിച്ച ഒരൊറ്റ കാര്യമുള്ളൂ. 75 ലക്ഷം കടം കയറി കിടപ്പാട് നഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോന്നവനാ, വാടക വീട്ടിൽ കിടക്കുന്നവനാ. അവന്റെ ഭാരം മുഴുവനതാ, ഇത്ര ലക്ഷം കടം കയറി കിടക്കുകയാ. ഇതിനെ ഇനി ബാങ്കിൽ കൊടുത്തു തീട്ടാൻ കിടക്കുക. എന്ത് ചെയ്യും? ആ ഭാരം കയറി അതെങ്ങനെ വീട്ടണമെന്നൊക്കെ ആലോചിച്ച് തലപുണ്ണാക്കി ഇരുന്നവനാണ് ആ രാത്രി മുഴുവൻ വചനത്തിന്റെ മുമ്പിൽ ഒരേ കിടപ്പങ്ങ് കിടന്നത്. വചനത്തിന് മുമ്പിൽ ഒരേ കിടപ്പങ്ങ് കിടന്നത്. കിടന്നിട്ട് സന്തോഷമായി. അപ്പൊ 4-ാം ദിവസം സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാ. 4-ാം ദിവസം 3-ാം ദിവസം കിടന്ന് 4-ാം ദിവസം രാവിലെ എഴുന്നേറ്റ് സാധാരണ പോകുന്ന കൂലിപ്പണിയാ, ഹോട്ടലിൽ പണിക്ക് പോയി. ഹോട്ടലിൽ പണിക്കുന്നപ്പോ പതിവില്ലാതെ മാനേജർ അന്ന് കാണാൻ വന്നു. ഉടനെ കാണാൻ വന്നു. അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് കുറെ നേരം സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഇന്നലെ വരെ ദുഃഖമായിരുന്നല്ലോ, ഇന്ന് ദുഃഖമില്ലല്ലോ. ചോദിച്ചത് എങ്ങനെ ഇത് അറിഞ്ഞുവെന്ന് അറിയില്ലെന്ന് പറഞ്ഞത്. ഇന്നലെ വരെ ഈ കണ്ണുകളിൽ ദുഃഖമായിരുന്നു, ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നീ വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന. ഇന്നലെ വരെ നിന്റെ കണ്ണുകളിൽ ദുഃഖം, ഇന്ന് നിന്റെ കണ്ണുകളിൽ ദുഃഖം കാണുന്നില്ല. ഇന്നലെ വരെ നിന്റെ മുഖത്തൊരു മ്ലാനത, ഇന്ന് നിന്റെ മുഖത്തൊരു ഐശ്വര്യം. എന്താന്ന് ചോദിച്ചു. ഉടനെ അവൻ പറഞ്ഞു, എനിക്ക് വലിയ സങ്കടമായിരുന്നു, ധ്യാനത്തിന് പോകാൻ. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ രാത്രി മുഴുവൻ ദൈവവചനം എടുത്തിട്ട് അതിന്റെ മുമ്പിൽ ഇങ്ങനെ കടന്നു. ഇയാള് ഹിന്ദുവാ. തോളി തട്ടിയിട്ട് പറഞ്ഞു, സാരമില്ലടോ, 2 വർഷം കൊണ്ട് നിന്റെ കടമെല്ലാം വീടും, 2 വർഷം കൊണ്ട് നിന്റെ കടമെല്ലാം വീടും എന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം വന്നത് ഒരു 30 ലക്ഷത്തിന്റെ ചെക്ക് എഴുതി കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെടും, നമ്മളിത് പടിപടിയായിട്ട് വീട്ടും. നീ വീട്ടു എന്നല്ല പറഞ്ഞു, നമ്മളിത് പടിപടിയായിട്ട് വീട്ടും. എന്നിട്ട് പറഞ്ഞു, നീ കഴിഞ്ഞ 20 വർഷമായി എൻ്റെ ഈ കടയിൽ തന്നെ പണിയെടുക്കുന്നവനാണ്. എനിക്കറിയാം നിന്റെ മുഖത്തിന്റെ മാറ്റവും നിന്റെ മുഖത്തിന്റെ രീതിയും ഒക്കെ. നിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.
നിന്റെ സങ്കടഭാവം മാറി നീ പ്രത്യാശയോടെ വന്നപ്പോ എനിക്ക് നിന്നിൽ വീണ്ടും പ്രത്യാശയായി. നീ ഇവിടെ നിന്നാൽ എന്റെ കട വീണ്ടും വീണ്ടും പുരോഗമിക്കും. അതുകൊണ്ട് നിന്റെ കട വീട്ടുന്നതിനെ കുറിച്ച് നീ വ്യാകുലപ്പെടണ്ട. നമ്മളത് വീട്ടും. നീ വീട്ടു എന്നല്ല പറഞ്ഞ വാക്ക്, നമ്മളത് വീട്ടും. സ്വന്തമായിട്ട് ഏറ്റെടുത്തു. സാക്ഷ്യം പറഞ്ഞതാ, തമ്പുരാന്റെ വചനത്തിന് മുമ്പ് ഞാനന്ന് എന്റെ ഭാരം മുഴുവൻ വെച്ച് കടന്നപ്പോ എന്റെ തമ്പുരാൻ എനിക്ക് ഒരു വഴിയൊരുക്കിയത് എന്റെ മുഖത്തൊരു പ്രസാദം തന്ന, എന്റെ മുഖത്തൊരു പ്രസാദം തന്ന, എന്റെ കണ്ണുകളിലെ നിരാശ അവൻ എടുത്തു മാറ്റി, എന്റെ കണ്ണിലെ നിഴലിച്ചു നിന്ന ദുഃഖത്തെ അവൻ എടുത്തു മാറ്റി. കണ്ണിലെ ദുഃഖം പോയി, മുഖത്ത് പ്രകാശം വന്നപ്പോ അവരന് എന്നെ കാണാൻ പറ്റി, അവരന് എന്റെ ഹൃദയത്തെ കാണാൻ പറ്റി, എന്റെ മുതലാളിക്ക് എന്നെ അറിയാൻ പറ്റി. ഉടനെ അവൻ എനിക്ക് വേണ്ടുന്നത് ചെയ്തു. ഹല്ലേലൂയ. കരമുറ്റി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാര്യമാര് പറയുന്നില്ലേ, എന്റെ ഭർത്താവിന് എന്നെ മനസ്സിലാകുന്നില്ല. പറയാത്ത ആരെങ്കിലും കൂടി ഇരിപ്പുണ്ടോ? എന്റെ ഭർത്താവിന് എന്നെ മനസ്സിലാകുന്നില്ല എന്ന് ഒരിക്കൽ പോലും പറയാത്ത ഏതെങ്കിലും ഭാര്യ ഉണ്ടെന്ന് കൈവൊക്കെ കാണട്ടെ. നല്ല ഭർത്താവിനെ കിട്ടിയ ഏത് ഭാര്യയുണ്ട്? ആരുമില്ല. നല്ലതിനെ കിട്ടിയില്ലെന്ന് പറഞ്ഞ് വരാതി പറിച്ചിരിക്കുമ്പോൾ അച്ഛനെ ചോദ്യം ചോദിക്കുന്നതല്ലേ? ഇന്ന് ഭർത്താക്കന്മാരെ നിങ്ങളും തോന്നിച്ച് എന്റെ ഭാര്യ എന്ന് എന്നെ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കാത്തതുകൊണ്ട് ഒരാള് അവളത് കണാകുണൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ഓർത്തോട്ട് വേണേ. ചുമ്മാ ഇരുന്നാലും ഓരോ നിർത്തി പറയുന്നത് അവരത് മനസ്സിലാക്കിയിരുന്ന അങ്ങനെ പറയുമോ? അത് എന്റെ വിഷമം, എന്റെ പ്രയാസം, ഞാനിങ്ങനെ കുടുംബം നടത്താൻ വേണ്ടി കണ്ട് കഷ്ടപ്പെടുന്ന പണിയെടുക്കുന്നത് എന്ന് ചിന്തിച്ചാർന്ന അവൾ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തും. ഇങ്ങനെ ചിന്തിക്കാൻ ആരും ശരിയാ. ഭാര്യമാരും ചിന്തിക്കുന്നുണ്ട്, ഭർത്താക്കന്മാരും ചിന്തിക്കുന്നുണ്ട്, മക്കളോട് ചോദിച്ചാൽ അവർ അതിനേക്കാളും ചിന്തിക്കുന്നുണ്ട്. അപ്പനും അമ്മയൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ലെന്നേ പറയും. എന്ന് നമ്മുടെ മനസ്സ് അല്പമെങ്കിലും വായിച്ചെടുക്കാൻ ഭർത്താവിന് പറ്റാത്തത്, എന്ന് നമ്മുടെ ഭർത്താവിന്റെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റാത്തത് ഒറ്റ കാര്യമുണ്ട്, അത് രണ്ടുപേരിൽ തന്നെ കിടക്കുന്നു. ഇപ്പൊ ആ കിടന്ന മനുഷ്യൻ എന്തായിരുന്നു പ്രത്യേകത? ദുഃഖവും ഭാരവും എല്ലാം ഉള്ളിൽ വെച്ചപ്പോ അവന്റെ മുതലാളിക്ക് അവനെ കണ്ടപ്പോ അവന്റെ മനസ്സിന്റെ ഭാരം വായിച്ചെടുക്കാൻ പറ്റിയില്ല. പക്ഷെ അവനിൽ കിടന്ന നെഗറ്റീവ് കാര്യങ്ങൾ മുഴുവൻ ദൈവത്തിന്റെ വചനം അങ്ങ് വലിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ അവന്റെ മനസ്സ് തെളിഞ്ഞു, അവന്റെ ഹൃദയം തെളിഞ്ഞു, അവന്റെ മുഖം തെളിഞ്ഞു. ആ തെളിഞ്ഞ മുഖത്ത് നിന്ന് ഇവന്റെ ആവശ്യങ്ങൾ മുഴുവൻ വായിച്ചെടുക്കാൻ മുതലാളിക്ക് കഴിഞ്ഞു. പ്രിയപ്പെട്ട ഭർത്താവേ, നിന്റെ തെളിഞ്ഞ മുഖത്ത് നിന്ന് നിന്റെ ഭർത്താവിക്ക് നിന്റെ മനസ്സ് വായിക്കാൻ പറ്റും. പ്രിയപ്പെട്ട ഭാര്യ, നിന്റെ തെളിഞ്ഞ മനസ്സിൽ നിന്ന് മുഖത്ത് നിന്ന് നിന്റെ ഭർത്താവിന് നിന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ തെളിഞ്ഞ മുഖം നഷ്ടപ്പെട്ടതല്ലേ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ കാരണം? തിളങ്ങുന്ന കണ്ണുകൾ നഷ്ടപ്പെട്ടതല്ലേ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത കാരണം? ഇല്ല ചേട്ടാ, രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ഒരു കഞ്ഞിക്കലം പോലുള്ള മോന്തയും കൊണ്ട് വന്നാൽ ഭാര്യയെ മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റേ ചേട്ടാ? കുത്തി വീർപ്പിച്ച മോന്തായുമായിട്ട് വന്ന ഒരൊറ്റ ഇപ്പൊ ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. മനസ്സിലാക്കണമെന്ന് വിചാരിച്ചവരുടെ മനസ്സിൽ നിന്ന് അങ്ങ് പോയി. അപ്പൊ തെളിഞ്ഞ മനസ്സിന്റെ പ്രത്യേകതയാണ്, പ്രശാന്തതയുള്ള ഒരു മുഖത്തിന്റെ പ്രത്യേകതയാണ്, തിളങ്ങി നിൽക്കുന്ന കണ്ണിന്റെ പ്രത്യേകതയാണ് അവളെ മനസ്സിലാക്കാൻ ആ മുഖഭാവം സഹായിക്കുന്നു. അവനെ മനസ്സിലാക്കാൻ ആ മുഖഭാവം സഹായിക്കുന്നു. അത് നഷ്ടപ്പെട്ടാലോ ആർക്കും പിടികിട്ടാത്ത ജന്മങ്ങളായി തീരും. എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെ ഒരു പിടികിട്ടാപ്പുള്ളിയെ സൃഷ്ടിക്കുന്ന ആളാണ് നമ്മളിൽ തന്നെ ഒരു പിടികിട്ടാപ്പുള്ളിയെ സൃഷ്ടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നു. അപ്പൊ നമ്മളിലെ പിടികിട്ടാപ്പുള്ളി എവിടെ പോകുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് സാഷ്ടാംഗം വീണ് കിടന്ന ദൈവമേ എന്നെ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം തൊടുമ്പോൾ നിന്റെ മനസ്സിലെ പിടികിട്ടാപ്പുള്ളി അപ്രത്യക്ഷമാകും. ദൈവം തൊടുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹങ്ങൾ വർദ്ധിക്കും. ദൈവം തൊടുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടതാക്കും. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും കാണുന്നത് മർക്കോസ് സുവിശേഷത്തിൽ തന്നെ 8:22 മുതലുള്ള തിരുവചനങ്ങൾ. 8:22 മുതലുള്ള തിരുവചനം അന്ധനെ സുഖപ്പെടുത്തുന്ന ഒരു ക്രിസ്തുവാണ്. അവിടെ അവൻ ചെയ്യുന്ന പ്രവൃത്തി ഇതാ, യേശു വീണ്ടും അവന്റെ കണ്ണുകളിൽ കൈവച്ചു. ഈശോ തൊട്ടതാണ് അവന്റെ കാഴ്ചശക്തിക്ക് കാരണം. നഷ്ടപ്പെട്ട കാഴ്ചശക്തി ഈശോ ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോ 10 മടങ്ങായി തിരികെ വന്നു. ഈശോ തൊട്ടപ്പോൾ അത് 10 മടങ്ങായി തിരികെ വന്ന് അവന്റെ കാഴ്ചയിലേക്ക് അവൻ പ്രവേശിച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവേ, നമ്മുടെ രോഗമായിക്കോട്ടെ ഈശോട് പറയുക, നീ എന്നെ തൊടുക. നമ്മുടെ സാമ്പത്തിക കഷ്ടതയായിക്കോട്ടെ ഈശോട് പറയാ, നീ എന്നെ തൊടുക. എന്റെ ദുഃഖങ്ങളാകട്ടെ ഈശോട് പറയാ, നീ എന്നെ തൊടുക.
നമ്മുടെ ബന്ധങ്ങളിലെ തകർച്ചകളാകട്ടെ, ഈശോയോട് പറയുക, നീ എന്നെ ഒന്ന് തൊടണമേ എന്ന്. കാരണം ഈശോ തൊട്ട് കഴിയുമ്പോൾ വല്ലാത്തൊരു ആത്മബന്ധമുണ്ടാകും. ഈശോ തൊടുമ്പോൾ നമുക്ക് കിട്ടുന്ന കൃപകളിൽ ഏറ്റവും വലിയ കൃപയാണ് ഈശോയ്ക്കും എനിക്കും തമ്മിലുള്ള ആത്മബന്ധം ദൃഢമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കാണുന്നു യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. ഏറ്റവും സുപരിചിതമായ സുവിശേഷ ഭാഗം. ഒരു പാത്രത്തിൽ അല്പം വെള്ളവുമായി ഇറങ്ങിച്ചെന്ന് ശിഷ്യന്മാരുടെ പാദം പിടിക്കുന്ന ഒരു കർത്താവ്. തൊടുന്നത് എവിടെയാ? ഒരു ശിഷ്യന്റെ പാദം തൊടുന്ന കർത്താവ്. ഈ പാദം തൊട്ടെഴുന്നേറ്റ ക്രിസ്തുവിനെ പിന്നെ ചങ്കിലല്ലാതെ മറ്റെവിടെയെങ്കിലും കൊണ്ടു നടക്കാൻ ശിഷ്യന് പറ്റുമോ? ഈ ശിഷ്യന്മാർക്ക് കിട്ടിയ ഒരു വലിയ കൃപയാ. ആ തമ്പുരാൻ കർത്താവ്, ഉടയ തമ്പുരാൻ അവരുടെ പാദത്തിലൊന്ന് സ്പർശിച്ചു കഴിഞ്ഞപ്പോ ആ തമ്പുരാനിൽ നിന്ന് ഒരിക്കലും പിരിയാൻ പറ്റാത്ത ആത്മബന്ധം. നമുക്ക് തമ്പുരാനെ പിരിയാൻ പറ്റാത്ത ആത്മബന്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ, നമ്മുടെ വീടിന്റെ നടുക്കളത്തിൽ തമ്പുരാനെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് പറ്റാത്ത വിധത്തില് നമുക്ക് തമ്പുരാനുമായിട്ടൊരു ബന്ധ തകർച്ചയുണ്ടെങ്കിൽ, ഏറ്റവും പരവേശത്തോടും തീഷ്ണതയോടും കൂടി ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള തോന്നൽ എനിക്കില്ലെങ്കിൽ, അതിനർത്ഥം എനിക്കും തമ്പുരാനും തമ്മിലുള്ള ആത്മബന്ധം പണ്ടേ നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, ഈ ആത്മബന്ധത്തെ തിരിച്ചു പിടിക്കണം. കാരണം തമ്പുരാനൊന്ന് തൊടുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ കൃപയാണ് എന്റെ തമ്പുരാൻ ജ്വലിച്ചു നിൽക്കാനുള്ള ഒരാത്മബന്ധം. ഇത് കുർബാന സ്വീകരിക്കുന്ന ഒരു കത്തോലിക്കൻ ഉണ്ടാകണമല്ലോ, ഇല്ലേ? കാരണം അവന്റെ നാവിൻ തുമ്പിൽ തൊടുന്ന ഒരു ദൈവമുണ്ട്, അവന്റെ ഉള്ളം കൈയിൽ തൊടുന്ന ഒരു ദൈവമുണ്ട്. നാവിൻ തുമ്പിലും ഉള്ളം കൈയിലും അനേക തവണ ദൈവം എന്നെ സ്പർശിച്ചിട്ടും ശിഷ്യന്മാരെ പോലെ ജ്വലിക്കുന്ന ഒരു സ്നേഹബന്ധം യേശുവുമായിട്ടുണ്ടായിട്ടില്ലെങ്കിൽ, ശിഷ്യന്മാരെ പോലെ ഒരിക്കലും തകർക്കാൻ പറ്റാത്ത ഒരു ആത്മീയ ബന്ധം എനിക്ക് എന്റെ ദൈവത്തോട് ഉണ്ടായിട്ടില്ലെങ്കിൽ, ഒരു കാര്യം ഉറപ്പാണ്, ദൈവം എന്നെ തൊടാൻ ഞാൻ അനുവദിച്ചിട്ടില്ല, ദൈവം എന്നെ തൊടാൻ ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല, ദൈവം എന്നെ തൊടാൻ ഒന്ന് ശിരസ് നമിച്ചിട്ടില്ല, ദൈവം എന്നെ തൊടാൻ എന്റെ സ്വാർത്ഥതയുടെ ലോകത്തെ ഞാൻ തകർത്തിട്ടില്ല. ഒരു കാര്യമുണ്ട്, സ്വാർത്ഥതയുടെ ലോകം തകരാതെ ക്രിസ്തു ഒരിക്കലും നമ്മളെ തൊടില്ല. അതുകൊണ്ടല്ലേ ഒരു കൊച്ചിന്റെ കയ്യിലിരുന്ന 5 അപ്പത്തിനുണ്ടായ നേട്ടം, ഒരു കൊച്ചിന്റെ കയ്യിലിരുന്ന 5 അപ്പത്തിനുണ്ടായ നേട്ടം മുഴുവൻ അത് നിഷ്കളങ്കതയുടെ കരങ്ങളിലിരുന്ന അപ്പമാണ്, നിഷ്കളങ്കതയുടെ കരങ്ങളിലിരുന്ന മീന. തമ്പുരാനൊന്ന് തൊട്ടാൽ അത് പെരുകി പെരുകി വർദ്ധിക്കും. കാരണം നിഷ്കളങ്കതയുടെ ജീവിതത്തിന്റെ പേരാണ് ക്രിസ്തു കൈവച്ചത്. അതുകൊണ്ടാ പറഞ്ഞ നമ്മുടെ ദുഷ്ടതയുടെ ലോകത്തെയും ദുഷ്ടതകളുടെ ഹൃദയത്തെയും തമ്പുരാന്റെ മുമ്പിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് ദൈവമേ എന്നൊന്ന് തൊടണേ എന്ന് പറഞ്ഞ ആ പിഞ്ചു പൈതലിന്റെ കയ്യിലിരുന്ന 5 അപ്പത്തിമേൽ അവൻ കൈവച്ചതുപോലെ നിന്റെ ജീവിതത്തിന്റെ മേൽ അവൻ കൈവയ്ക്കും. നിന്റെ ജീവിത അനുഗ്രഹപ്രദമായി തീരും. ഹല്ലേലൂയ. കരവിട്ട് പറഞ്ഞോ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞോ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 11-15 തിരുവചനം. നായിലെ ഒരു വിധവ കരഞ്ഞ് നിലവിളിച്ച് ഒരു ശവപ്പെട്ടിയുടെ പിന്നാലെ പോകുന്നുണ്ട്. നായിലെ ഒരു വിധവ കരഞ്ഞ് നിലവിളിച്ച് ഒരു ശവമഞ്ചത്തിന്റെ പിന്നാലെ പോകുമ്പോ യേശു അത് കണ്ട് മനസ്സലിഞ്ഞ് ആ ശവമഞ്ചത്തിലേക്ക് ചെന്നിട്ട് ആ ശവമഞ്ചത്തിൽ തൊട്ട് യുവാവേ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഒരേ ഒരു മകൻ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം പേര് സങ്കടം പേര് സഹിക്കാൻ മേലാതെ അലമുറയിട്ട് തലയാട്ടി കരഞ്ഞു പോകുന്ന ഒരു അമ്മയുടെ ദുഃഖപ്രയാസങ്ങൾ കണ്ടറിഞ്ഞവൻ അവളുടെ ഏക മകന്റെ ശവമഞ്ചത്തിൽ തൊട്ടിട്ട് യുവാവെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോ അവന്റെ കരസ്പർശനത്തിന്റെ ചൂട് ആ പെട്ടിയിൽ ആളിക്കത്തിയപ്പോൾ അവൻ ചാടി എഴുന്നേറ്റിരുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മളെ തൊടുമ്പോ അവന്റെ കൈകളിൽ ആളിക്കത്തുന്ന തീയുടെ കനൽ നമ്മുടെ ജീവിതത്തെ പൊള്ളിക്കുമ്പോൾ നമ്മൾ ചാടി എഴുന്നേക്കും. ഏത് രോഗത്തിലായാലും ചാടി എഴുന്നേക്കും, ഏത് കടബാധ്യതയിലായാലും ചാടി എഴുന്നേക്കും, ഏത് ബന്ധ തകർച്ചയിലായാലും ചാടി എഴുന്നേക്കും. കാരണം അവന്റെ കയ്യിൽ നിന്ന് കത്തിപ്പടരുന്ന അഗ്നിച്ചൂട് മകനാക്കുന്ന ചൂടാണ്, മകളാക്കുന്ന ചൂടാണ്. ഈ നായിലെ വിധവയ്ക്ക് കിട്ടിയ ഭാഗ്യം അതാണ്. ഇതാ തമ്പുരാൻ തൊന്റെ മോനെ ഒന്ന് തൊട്ടു, അവൻ എഴുന്നേറ്റു. എല്ലാം നശിച്ചു എന്ന് വിധവ കരുതിയെടുത്ത് ഇതാ എല്ലാം പുനർജീവിച്ച് ആരംഭിക്കുന്ന ഒരു ആരംഭം അവൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ ആരംഭം കാണാനല്ലേ ഇത് നമ്മൾ ദേവാലയത്തിൽ വന്നിരിക്കുക. എല്ലാം നശിച്ചെടുത്തുന്ന ഒരു പുതിയ തുടക്കം.
എല്ലാം അസ്തമിച്ചു എന്ന് വിചാരിക്കുന്നിടത്തുനിന്ന് വീണ്ടും ഒരു സൂര്യോദയം. കർത്താവേ, എല്ലാം കടം കയറി മുറ്റെത്തിയിരുന്നു എന്ന് വിചാരിക്കുന്നിടത്തുനിന്ന് വീണ്ടും ഒരു പുതുവഴി തുടക്കം. എല്ലാം ക്ഷയിച്ചാരോഗ്യം നശിച്ചു എന്ന് വിചാരിക്കുന്നത് ആരോഗ്യപ്രദമായ ഒരു ജീവിതം. പ്രിയപ്പെട്ടവരെ, എല്ലാം നശിക്കുന്നിടത്തുനിന്ന് ആരംഭിക്കാൻ കരുത്തുള്ള ദൈവം നമുക്ക് സഹായമായിട്ടുണ്ട്. എല്ലാം അസ്തമിച്ചു എന്ന് വിചാരിക്കുന്നത് പുതിയൊരു ഉദയം കുറിക്കാൻ തമ്പുരാൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ ആദ്യ വെള്ളിയാഴ്ച കണ്ണുകൾ അടച്ച്, തമ്പുരാനെ, പുതിയൊരു വഴി എനിക്ക് തുറക്കണമേ, നീ ഒന്ന് തൊട്ട് എന്നെ അനുഗ്രഹിക്കണമേ, നീ ഒന്ന് തൊട്ട് എന്നെ ആശീർവദിക്കണമേ, നീ ഒന്ന് തൊട്ട് എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ഈശോയുടെ വിശുദ്ധ കുരിശിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ തൊടണമേ, ദൈവമേ എന്നെ തൊടണമേ. നമ്മൾ ആദ്യ വെള്ളിയാഴ്ച സകല വിശുദ്ധരെയും വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനു മുമ്പ് ഇന്നത്തെ ദിവസം നിയോഗം എടുക്കുന്ന ഒരു 3 പേരുണ്ട്. ആ നിയോഗം എടുക്കുന്ന 3 പേര് ഈ ബലിപീഠത്തിന്റെ അടുത്തേക്ക് കയറി വരിക. ഇപ്പോൾ നിങ്ങളുടെ നിയോഗത്തെ ഈ ബലിപീഠത്തിലേക്ക് സ്വീകരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ കന്യകാമറിയത്തിൽ മനുഷ്യനായി പിറന്ന മിശിഹായെ, കാൽവരിയിലെ യാഗവേദിയിൽ അങ്ങയുടെ മാതാവിനെ ഞങ്ങൾക്ക് അമ്മയായി നൽകുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങൾ ധരിക്കുന്ന ഒത്തിരിയത്തെയും അത്ഭുത ആശീർവത്തെയും അങ്ങ് ആശീർവദിക്കണമേ. ഇത് ധരിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ സഹായവും സംരക്ഷണവും ലഭിക്കാനിടയാകട്ടെ. നന്മയിൽ ഉറച്ചു നിൽക്കുവാനും തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാനും യൂത്തിരിവർക്ക് പ്രചോദനമാകട്ടെ. ദൈവത്തിന്റെ തിരുമനസ് നിറവേറ്റിയ പരിശുദ്ധ കന്യാമറിയത്തെ പോലെ അങ്ങയുടെ തിരക്കഥ നിറവേറ്റി ജീവിക്കുവാനും അവസാനം അമ്മയോടൊപ്പം സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുവാനും ഇത് ധരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ മേൽ ആവസിച്ച് ഈ ഉത്തരീയത്തെയും അത്ഭുത ആശീർവത്തെയും ആശീർവദിക്കണമേ. ഇത് ധരിക്കുന്നവരെ രോഗത്തിൽ നിന്നും പീഡകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും സകല തകർച്ചകളിൽ നിന്നും സംരക്ഷിക്കുകയും ഇവരുടെ ഉദ്ദേശ കാര്യങ്ങളെ സഫലമാക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സർവ്വവിശുദ്ധരുടെ ലുത്തിനിയ പാടി നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുക. സകല വിശുദ്ധരുടെ കൈകളിലേക്ക് നിങ്ങളുടെ നിയോഗത്തെ നിങ്ങൾ വെച്ചു കൊടുക്കുക, നിങ്ങളുടെ പ്രാർത്ഥനകളെ നിങ്ങൾ വെച്ചു കൊടുക്കുക. എല്ലാ വിശുദ്ധരുടെ മധ്യസ്ഥമാണ് ആദ്യ വെള്ളിയാഴ്ച നമ്മൾ തേടുക. അവർ വഴി നമ്മൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ പാടി പ്രാർത്ഥിക്കാം. ഒത്തിരി ധരിക്കാനുള്ളത് കയറിപ്പോരുക. കർത്താവേ, കനിയണമേ.